പത്തനംതിട്ട അരയാഞ്ഞിമണൽ നിവാസികളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് പമ്പാ നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്നത്. പട്ടികവർഗ വകുപ്പ് പാലത്തിനായി തുക അനുവദിച്ചു. പൊതുമരാമത്ത് ബ്രിഡ്ജ് വിഭാഗം പാലം നിർമ്മിക്കാനാണ് പട്ടിക വകുപ്പിന്റെ ആവശ്യം. സ്റ്റീൽ പാലം നിർമ്മിക്കാൻ തങ്ങൾക്ക് ഇല്ലെന്ന് ബ്രിഡ്ജസ് വിഭാഗം അറിയിച്ചതോടെ പദ്ധതി മുടങ്ങിയ അവസ്ഥയിലാണ്. വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനും റാന്നി MLA പ്രമോദ് നാരായണനും പാലം നിർമ്മാണത്തിനായി മുൻകൈയെടുത്തിട്ടും ഉദ്യോഗസ്ഥരുടെ പിരിവാശി മൂലമാണ് പാലം നിർമ്മാണം വൈകുന്നതെന്നാണ് ആരോപണം. പത്തനംതിട്ടയിൽ പമ്പാ നദിക്ക് കുറുകെ അരയാഞ്ഞിലി മണ്ണിലും കുരുമ്പൻമൂഴിയിലും നിലവിലുള്ള കോസ്വേകൾക്ക് പകരം സ്റ്റീൽ പാലങ്ങൾ പട്ടികവർഗ വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാനാണ് തീരുമാനമായത്. വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് പ്രഖ്യാപനം നടത്തിയത്. അരയാഞ്ഞിലി മൺ പാലത്തിന് 2.67 കോടി രൂപയും കുരുമ്പൻമൂഴി പാലത്തിന് 3.97 കോടി രൂപയുമാണ് അനുവദിച്ചത്. പാലം നിർമ്മാണത്തിനായി PWD ബ്രിഡ്ജസ് വിഭാഗത്തെയാണ് ആദ്യം സമീപിച്ചത്. എന്നാൽ സ്റ്റീൽ പാലം നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യം തങ്ങൾക്കില്ലെന്ന് PWD ബ്രിഡ്ജസ് വിഭാഗം അറിയിച്ചു. PWD ബ്രിഡ്ജസ് വിഭാഗം ചീഫ് എഞ്ചിനീയർ സർക്കാരിന് റിപ്പോർട്ടും ഇത് സംബന്ധിച്ച് നൽകിയിരുന്നു. നിർമ്മാണം സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓഫ് കേരളയെ ഏൽപ്പിക്കാൻ പിന്നീട് തീരുമാനിച്ചു. 3.97 കോടി രൂപ നിർമ്മാണത്തിനായി അനുവദിച്ച കുരുമ്പൻമൂഴി കോസ്വേ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓഫ് കേരള നിർമ്മിക്കാൻ പട്ടികവർഗ വകുപ്പ് അനുമതി നൽകി. എന്നാൽ 2.67 കോടി രൂപ നിർമ്മാണത്തിനായി അനുവദിച്ച അരയാഞ്ഞിലി മൺ പാലം PWD ബ്രിഡ്ജസ് വിഭാഗം നിർമ്മിക്കട്ടെ എന്നാണ് പട്ടികവർഗ വകുപ്പ് തീരുമാനിച്ചത്. ഇതോടെ പദ്ധതി മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയായി. റാന്നി MLA പ്രമോദ് നാരായൺ അനുകൂല തീരുമാനത്തിനായി നിരവധി തവണ പട്ടികവർഗ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ടെങ്കിലും പരിഹാരമായില്ല. പാലമില്ലാത്തതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് അരയാഞ്ഞിലി മൺ നിവാസികളും. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ ഇതിലെ വരുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ. ഞങ്ങൾക്ക് ഇക്കരെ കയറിയാലേ എല്ലാം ഉള്ളൂ. റേഷൻ പോലും ഇവിടെ ഒരു തൂക്കുപാലം താഴെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് വെള്ളം വന്ന തൂക്കുപാലം ഒലിച്ചു പോയി. 2,70,00,000 രൂപ അങ്ങോട്ട് അനുവദിച്ചു. അതിന്റെ ഉദ്ഘാടനം നടന്നു പണി തുടങ്ങുന്നതായിട്ട്. പക്ഷേ ഇന്ന് വരെ ഇവിടെ ഇല്ല. ഇപ്പൊ 2 ജനകീയ പാലമായിരുന്നെങ്കിൽ ഇപ്പൊ 2 കൊല്ലം മുമ്പേ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമായിരുന്നു. ഇതുമില്ല ഒന്നുമില്ല, പാലമില്ല. ഇപ്പൊ ഇവിടെ കിടന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞങ്ങള്? പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവിനെ കഴിഞ്ഞ ദിവസം റാന്നി MLA പ്രമോദ് നാരായൺ സന്ദർശിച്ചിരുന്നു. അരയാഞ്ഞിലി മൺ പാലം പദ്ധതി അടുത്ത വർക്കിംഗ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താമെന്ന് മന്ത്രി MLAക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അരയാഞ്ഞിലി മണ്ണിൽ പാലം യാഥാർത്ഥ്യമായില്ലെങ്കിൽ ഓരോ പ്രാവശ്യവും പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ കോസ്വേ മുങ്ങി അരയാഞ്ഞിലി മൺ നിവാസികൾ ഒറ്റപ്പെടും. റിപ്പോർട്ടർ, പത്തനംതിട്ട.